റബിൾ മേസണറി, റബിൾ മേസണറി, രണ്ടാമത്തേത് ആഷ്ലാർ മേസണറി. ഓർത്ത് വയ്ക്കുക, പേരുകൾ നമുക്ക് പരിചിതമല്ലാത്ത പേരുകൾ ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, അത് ഓർത്ത് വെച്ചാൽ തന്നെ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. സ്റ്റോൺ മേസണറിയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ റബിൾ മേസണറി, രണ്ടാമത്തെ ആഷ്ലാർ മേസണറി. ഇനി എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ റബിൾ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോഴ്സ്ഡ് റബിൾ മേസണറി, അൺകോഴ്സ്ഡ് റബിൾ മേസണറി, റാൻഡം റബിൾ മേസണറി, കോഴ്സ്ഡ് റബിൾ മേസണറി, ഡ്രൈ റബിൾ മേസണറി, അതുപോലെ തന്നെ പോളിഗണൽ റബിൾ മേസണറി, അതുപോലെ ഫ്ലിൻറ്റ് റബിൾ മേസണറി. ഇങ്ങനെ ഒരു 5-6 തരത്തിൽ നമ്മളിതിനെ മേസണറിയെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ 4 എണ്ണം എഴുതിയാലും മതി. നമുക്ക് ആദ്യത്തെ ഒരു 4 മേസണറി വർക്കാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്നത് കോഴ്സ്ഡ് റബിൾ മേസണറി, രണ്ടാമത് പറയുന്നത് അൺകോഴ്സ്ഡ് റബിൾ മേസണറി, മൂന്നാമത് പറയുന്നത് റാൻഡം റബിൾ മേസണറി, നാലാമത്തേത് ഡ്രൈ റബിൾ മേസണറി, അതുപോലെ പോളിഗണൽ, അതുപോലെ ഫ്ലിൻറ്റ്. ഇങ്ങനെ 5-6 രീതിയിലാണ് നമ്മൾ മേസണറി, അതായത് റബിൾ മേസണറിയെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം, അതായത് മനസ്സിലാക്കി വെച്ചിരിക്കണം. കോഴ്സ്ഡ്, അൺകോഴ്സ്ഡ്, റാൻഡം റബിൾ, ഡ്രൈ റബിൾ. കാരണം ഈ 4 എണ്ണം നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ്. ഓക്കെ, കോഴ്സ്ഡ്, അൺകോഴ്സ്ഡ്, റാൻഡം, ഡ്രൈ റബിൾ മേസണറി. ഈ 4 എണ്ണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇനി ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അതിൻ്റെ അടിയിൽ നമ്മൾ പറഞ്ഞ ആഷ്ലാർ മേസണറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഷ്ലാർ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആഷ്ലാർ ഫൈൻ, ആഷ്ലാർ റഫ് ടൂൾഡ്, അതുപോലെ ആഷ്ലാർ റോക്ക് ആൻഡ് ക്വാറി ഫേസ്ഡ്, ആഷ്ലാർ ചാംഫേർഡ്, അതുപോലെ ആഷ്ലാർ ബ്ലാക്ക് ഇൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയും നമ്മൾ 5 നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആഷ്ലാർ മേസണറി എന്താണെന്നുള്ളത്, കാരണം എല്ലാം ആഷ്ലാർ എന്ന് പറഞ്ഞാൽ ഫൈനായിട്ട് നമ്മൾ നല്ല ഡ്രസ്സിങ് ഒക്കെ നടത്തി നല്ല രീതിയിൽ നല്ല ഷേപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോണിനെയാണ് നമ്മൾ ആഷ്ലാർ മേസണറി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഡ്രസ്സിങ് ഒക്കെ നടത്തി ഉപയോഗിക്കും. അപ്പോൾ അതിനെ ഒറ്റ കാറ്റഗറിയിൽ നമ്മളത് ഉൾപ്പെടുത്തി നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളത് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ സ്റ്റോൺ മേസണറിയെ നമ്മൾ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റബിൾ മേസണറിയും അതുപോലെ തന്നെ ആഷ്ലാർ മേസണറിയും. ഇങ്ങനെ 2ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസിലേക്ക് നമുക്ക് നോക്കാം. റബിൾ മേസണറിയിൽ ക്വാറിയിൽ നിന്നും ലഭിക്കുന്ന ഒരേ തരത്തിലും വലിപ്പത്തിലും അല്ലാത്ത കല്ലുകൾ ഹാമർ ഉപയോഗിച്ച് പൊട്ടിച്ച് രൂപപ്പെടുത്തിയിട്ട് ഡ്രസ് ചെയ്യാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലതരം റബിൾ മേസണറികൾ താഴെ പറയുന്നു. അപ്പോൾ റബിൾ മേസണറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ കാര്യമായിട്ടുള്ള വർക്ക്, അത് മെയിൻ്റനൻസ് ഒന്നും നമ്മളതിന് ചെയ്യുന്നില്ല. നമ്മൾ ക്വാറിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന രീതികളൊക്കെ നമ്മൾ സ്റ്റോണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ പഠിച്ച സമയത്ത് സ്റ്റോണിൻ്റെ റോക്ക് ആൻഡ് സ്റ്റോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് പാറ പൊട്ടിക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാറ പൊട്ടിച്ചെടുത്തിട്ട് അതിന് കാര്യമായിട്ടുള്ള ഡ്രസ്സിങ്ങുകളൊന്നും ചെയ്യാതെ നമ്മളതിന് റഫായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള കല്ലുകൾ വെച്ചിട്ട് പണിയുമ്പോഴാണ് നമ്മൾ റബിൾ മേസണറി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ആഷ്ലാർ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. നല്ല ഫൈനായിട്ട് നമ്മളതിൻ്റെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റോണിനെ എങ്ങനെയാണ് നമ്മളതിനെ ഷേപ്പാക്കാൻ വേണ്ടി നമ്മളത് ഓരോ ഇൻസ്ട്രുമെൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് ആക്സിഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സിങ് ചെയ്യണതിനെ കുറിച്ച്, ഡ്രസ്സിങ് ഓഫ് ദ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ആ സ്റ്റോണിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഡ്രസ്സിങ് നടത്തുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സിങ്ങിൽ നല്ല രീതിയിൽ നല്ല സ്ക്വയർ ഷേപ്പ്, നമ്മൾ ബേസ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കല്ലുകളല്ല, അല്ലെങ്കിൽ നമ്മൾ പില്ലറിനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കരിങ്കല്ല് ചെത്തി നല്ല സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ ആഷ്ലാർ മേസണറി എന്ന് പറയുന്നത്. പക്ഷേ റബിൾ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും നമ്മളതിൽ കൊടുക്കുന്നില്ല. അത്തരത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് പണിയുന്ന മേസണറിയാണ് എന്ത് പറയുന്നത്? റബിൾ മേസണറി എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇനിയിപ്പോൾ ഈ റബിൾ മേസണറിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത്. അതിലൊന്നാമത് പറയുന്നതാണ് കോഴ്സ്ഡ് റബിൾ മേസണറി എന്ന്.
എന്താണ് 50 മില്ലിമീറ്റർ മുതൽ 20 മില്ലിമീറ്റർ വരെ ഉയരമുള്ള കല്ലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന കോഴ്സ് റബിൾ മേസണറി താഴെ പറയുന്ന വിധത്തിലാണ്. താഴെ പറയുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് അതേ കോഴ്സ്ഡ് അൺകോഴ്സ്ഡ് ഇതിൻ്റെ ഫിഗർ അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. കോഴ്സ്ഡ് അൺകോഴ്സ്ഡ് റബിൾ മേസണറി എന്തൊക്കെയാണ് അതിൻ്റെ ഫിഗർ അടക്കമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. കോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ തരം താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഒരേ ഉയരമുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ട് ഒരേ ഉയരമുള്ള വരികളിൽ നിർമ്മിച്ചിരിക്കുന്നു. കല്ലുകളുടെ കാഴ്ച വശം ഹാമർ ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്തിരിക്കും. മോർട്ടാർ യോജിപ്പിൻ്റെ കനം 10 മില്ലിമീറ്ററിൽ കൂടാനായിട്ട് പാടില്ല. അപ്പോൾ മോർട്ടാർ ഉപയോഗിച്ചിട്ട് നടത്തുന്ന റബിൾ മേസണറി ആണ് എന്ത്? കോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറയുന്നത്. ആദ്യത്തെ അതായത് റബിൾ മേസണറിയിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലുള്ളതാണ് എന്ത്? കോഴ്സ്ഡ് റബിൾ മേസണറി. ഈ കോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ അതായത് ഈ വക്കുമൂലയൊക്കെ ഹാമർ ഉപയോഗിച്ചിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ഏകദേശം അതിനൊരു ഷേപ്പിലായിട്ട്, അതായത് നല്ല രീതിയിൽ ഡ്രസ്സിങ് അല്ല, ഏകദേശം ഒരു ഷേപ്പൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഒരു ഹൈറ്റും ഇതൊക്കെ അതിൻ്റെ എൻഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഏകദേശം ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ചെയ്യുന്ന മേസണറിയാണ് എന്തെന്ന് പറയുന്നത്? കോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറയുന്നത്. അത് അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കില്ല. ഏകദേശം ഒരു ഷേപ്പാക്കിയിട്ട് നമ്മളതിനെ വർക്ക് ചെയ്യുന്നതാണ് കോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ് കോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറയുന്നത്. അൺകോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. നമ്മളുള്ള ഷേപ്പിൽ അങ്ങ് വെച്ചിട്ട് അതിനങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പുകളൊന്നുമില്ല. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കതിൽ വരാവുന്നതാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കല്ലുകൾ നമ്മളതിൽ വെക്കുന്നതാണ്. അതാണ് അൺകോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറഞ്ഞാൽ. അതിന് പ്രത്യേകിച്ചൊരു വരിയും നിരയും ഒന്നുമില്ല. കോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കോഴ്സ് അല്ലേ, ഒരു ലെയർ ഒരു വരിയിൽ നമ്മൾ വെക്കുക. അപ്പോൾ ആ കോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ആ തിക്നെസ് അവർ പറയുന്നുണ്ട്. ഏകദേശം എത്രയാണ് അതിൻ്റെ കല്ലുകൾ ഉപയോഗിച്ചിട്ട് ഒരേ ഉയരമുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരേ ഉയരത്തിൽ വരുന്ന രീതിയിൽ അതിനൊന്ന് തട്ടി ഒതുക്കി നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ചെയ്യുന്നു. ഒരു കോഴ്സ്ഡ് ഒരു ലെയർ പോലെ ഒരു വരിയിൽ വരുന്ന പോലെ. അൺകോഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ലെയർ കാര്യങ്ങളൊന്നുമില്ല. അതിന് ചിലപ്പോൾ കിടത്തി വെക്കാം, അല്ലെങ്കിൽ നിവർത്തി എങ്ങനെയാണോ നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ. പക്ഷെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മോർട്ടാർ ഉപയോഗിക്കുന്നുണ്ട്. മോർട്ടാർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. മെറ്റീരിയലിൽ സിമെൻറ്റും മണലും വെള്ളവും കൂടി മിക്സ് ചെയ്ത മിശ്രിതത്തെ പറയുന്ന പേരാണ് മോർട്ടാർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മോർട്ടാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോഴ്സ്ഡ് റബിൾ മേസണറി ആയാലും അൺകോഴ്സ്ഡ് റബിൾ മേസണറി ആയാലും നമ്മളത് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? മോർട്ടാർ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് അടുത്തത് വരുന്നുണ്ട് കോഴ്സ്ഡ് റബിൾ മേസണറി കഴിഞ്ഞാൽ റാൻഡം റബിൾ മേസണറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ചിത്രം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അൺകോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പില്ല, പല രീതിയിൽ ഇങ്ങനെ കിടക്കും. അത് എന്താ പറയുക ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഇല്ലാതെ ആയിരിക്കും നമുക്കതിൻ്റെ പിക്ചറൈസ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നത്. അടുത്തതാണ് അപ്പോൾ കോഴ്സ്ഡ് കഴിഞ്ഞും അൺകോഴ്സ്ഡ് കഴിഞ്ഞും അടുത്തത് പറയുന്നതാണ് റാൻഡം റബിൾ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റാൻഡം റബിൾ മേസണറിയിലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വിവിധ രൂപത്തിലും വലുപ്പത്തിലുള്ള കല്ലുകൾ ഉപയോഗിക്കുന്നത് കല്ലിൻ്റെ കാഴ്ചഭാഗം ഉളി കൊണ്ട് ഡ്രസ്സ് ചെയ്തതാണെങ്കിലും മോർട്ടാർ ജോയിൻറ്റിൽ 6 മില്ലിമീറ്റർ കുറവാണെങ്കിലും അതിനെ ക്ലാസ് 1 ടൈപ്പ് എന്ന് പറയുന്നു. കല്ലിൻ്റെ കാഴ്ചഭാഗം ഹാമർ കൊണ്ട് ഡ്രസ്സ് ചെയ്തതാണെങ്കിലും മോർട്ടാർ ജോയിൻറ്റ് 12 മില്ലിമീറ്റർ കുറവാണെങ്കിലും അതിനെ ക്ലാസ് 2 ടൈപ്പ് എന്ന് പറയുന്നു. ഇത്തരം മേസണറി കോമ്പൗണ്ടുകൾ വീടുകൾ, ഗോഡൗൺ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. ഈ റാൻഡം റബിൾ മേസണറിയാണ് നമ്മുടെ വീടുകളുടെ ആയാലും നമ്മൾ ഫൗണ്ടേഷനൊക്കെ കെട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റബിൾ മേസണറി എന്ന് പറയുന്നത് റാൻഡം റബിൾ മേസണറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഇത് പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അതായത് പുറമേക്ക് കാണുന്ന ഭാഗം
പുറമേക്ക് കാണുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹാമർ ഉപയോഗിച്ച് തട്ടിക്കൊടുത്തിട്ട് അതിനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. പുറമേക്ക് കാണുന്ന ഭാഗത്തിന്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, റാൻഡം റബിൾ മേസണറി. അതിൽ മോർട്ടാറിൻ്റെ തിക്നെസ് ഒക്കെ പറയുന്നുണ്ട്. 6 മില്ലിമീറ്റർ 12 മില്ലിമീറ്റർ ഒക്കെ തിക്നെസ്സിലാണ് നമ്മളതിൽ മോർട്ടാർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ റാൻഡം റബിൾ മേസണറിയാണ് കൂടുതലായിട്ടും നമ്മൾ നമ്മുടെ വീടുകളുടെ നിർമ്മാണത്തിന് നമ്മൾ ഫൗണ്ടേഷനിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. RR മേസണറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാം. എർത്ത് വർക്ക് എക്സ്കവേഷൻ RR മേസണറി ഇൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഫൂട്ടിങ് സെക്കൻഡ് ഫൂട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എസ്റ്റിമേഷനൊക്കെ എടുക്കുന്ന സമയത്ത് എഴുതുന്നത് RR മേസണറി എന്നാണ്. റാൻഡം റബിൾ മേസണറി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ചെയ്യുന്ന വർക്കുകളാണ് റാൻഡം റബിൾ. അപ്പോൾ കോഴ്സ്ഡ് പറഞ്ഞു, അൺകോഴ്സ്ഡ് പറഞ്ഞു, അതുപോലെ തന്നെ റാൻഡം റബിൾ മേസണറി എന്ന് പറഞ്ഞു. അപ്പോൾ കോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കോഴ്സ്ഡ് റബിൾ മേസണറി. അതായത് ഒരു ലെയർ, ഒരു കോഴ്സ് ഫുള്ളായിട്ട് ഒരേപോലെ വരുന്ന രീതിയിൽ കൊടുക്കുന്ന മേസണറിയാണ് കോഴ്സ്ഡ് റബിൾ മേസണറി. അൺകോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് കാര്യങ്ങളൊന്നുമില്ല, കെട്ട് ഷേപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ പണിതെടുക്കുന്നു. അതാണ് അൺകോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറയുന്നത്. ഇതിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മോർട്ടാർ. ഇത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. മോർട്ടാർ ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ ഇതിൻ്റെ എഴുതുന്ന സമയത്ത്, ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ പറഞ്ഞതാണ് എന്നത് റാൻഡം റബിൾ മേസണറി എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡം റബിൾ മേസണറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, പുറമേക്ക് കാണുന്ന ഭാഗം എങ്ങനെയാണ് നമ്മൾ ചെറുതായിട്ട് ഹാമർ ഉപയോഗിച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ട് ഏകദേശം ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മളതിനെ പണിയുന്നതാണ് റാൻഡം റബിൾ മേസണറി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെയാണ് നമുക്ക് വരുന്നത് ഡ്രൈ റബിൾ മേസണറി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ റബിൾ മേസണറി ഒക്കെ നിങ്ങളത് കാണും, ഇതൊക്കെ ചെയ്യിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമുക്കറിയാം, കല്ലുകൾ മോർട്ടാർ ഉപയോഗിക്കാതെ ഡ്രൈ ആയിട്ട് പാക്ക് ചെയ്യുന്നതാണ് ഡ്രൈ റബിൾ മേസണറി എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ മോർട്ടാറിൻ്റെ കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് ഡ്രൈ റബിൾ മേസണറി ഉണ്ട്. ഡ്രൈ ആയിട്ട് നമ്മൾ കല്ലുകൾ പാക്ക് ചെയ്തിട്ട് ഫൗണ്ടേഷനും ബേസ്മെൻറ്റൊക്കെ കെട്ടുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അതിന് നമ്മൾ മതിലുകളൊക്കെ കെട്ടുമ്പോൾ ഡ്രൈ ആയിട്ട് കല്ലുകൾ നല്ല അടക്കി ഒതുക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മോർട്ടാർ ഇല്ലാതെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റബിൾ മേസണറി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കോഴ്സ്ഡ് അൺകോഴ്സ്ഡ് റാൻഡം റബിൾ മേസണറി ഇത് മൂന്നും പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്, നമ്മൾ മോർട്ടാറിനെ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാമത്തെ കോഴ്സ്ഡ് റബിൾ മേസണറി, രണ്ടാമത്തെ അൺകോഴ്സ്ഡ് റബിൾ മേസണറി, മൂന്നാമത്തെ റാൻഡം റബിൾ മേസണറി, നാലാമത്തെ ഡ്രൈ റബിൾ മേസണറി. ഇത് നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. റബിൾ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഏതിൻ്റെ റബിൾ മേസണറിയുടെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 എണ്ണമെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ പറയുന്നത് എന്താണ്, പോളിഗണൽ റബിൾ മേസണറിയാണ്. എന്താ പറയുന്നത്, ഇത്തരം മേസണറിയിലെ കാഴ്ചഭാഗത്തെ കല്ലുകൾ ഹാമർ ഉപയോഗിച്ച് ക്രമമില്ലാതെ പോളിഗൺ രൂപത്തിലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള 2 തരം പോളിഗണൽ റബിൾ മേസണറി ഉണ്ട്. കല്ലുവശങ്ങൾ പരുക്കനായതിനെ റഫ് പിക്ക്ഡ് എന്നും നന്നായി രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ലോസ് പിക്ക്ഡ് എന്ന് പറയുന്നു. അപ്പോൾ പോളിഗണിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും, ഒരു പോളിഗണിൻ്റെ ഷേപ്പിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഫേസിന് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്തരം ഇതിനെയാണ് നമ്മൾ പോളിഗണൽ റബിൾ മേസണറി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അതിൽ പറയുന്നതാണ് ഫ്ലിൻറ്റ് റബിൾ മേസണറി. എന്താണ് ഫ്ലിൻറ്റ് റബിൾ മേസണറി എന്ന് പറഞ്ഞാൽ 7.5 മുതൽ 16 സെൻറ്റിമീറ്റർ വരെയും 15 മുതൽ 30 സെൻറ്റിമീറ്റർ വരെയും നീളമുള്ള കാഠിന്യമുള്ള കല്ലുപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മേസണറിയാണ് ഇത്. നിരകൾ ഒത്ത നിലയിലും അല്ലാതെയും ഇവ വെച്ചിരിക്കും. ഭിത്തിയുടെ ബലം വർദ്ധിപ്പിക്കാനായി 1 മുതൽ 2 മീറ്റർ വരെ ഇടവിട്ട് കല്ലുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ നിർമ്മിച്ച ലേസിംഗ് കോഴ്സുകൾ ഉണ്ടായിരിക്കും. കടുപ്പമേറിയ കല്ലുകൾ ധാരാളമായി ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള മേസണറി വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. ഇതിന് പറയുന്ന സൈസ് 7.5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ വീതിയാണ് പറയുന്നത് 15 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഇത്തിരി ഉറപ്പുള്ള കല്ലുകൾ ഉപയോഗിച്ച് ആ കല്ലിനെയാണ് നമ്മൾ ഫ്ലിൻ്റ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിർമ്മിക്കുന്ന ഒരു മേസണറിയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലിൻറ്റ് റബിൾ മേസണറി എന്ന് പറയുന്നത്. അതായത് ഇത്തിരി ഉറപ്പുള്ള മേസണറി സൈസ് പറയുന്നുണ്ട്. 7.5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ വീതിയും 15 സെൻറ്റിമീറ്റർ വരെ നീളവുമുള്ള
ഇത്തിരി ഉറപ്പുള്ള കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മേസണറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലിൻറ്റ് റബിൾ മേസണറി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഇത് രീതിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റ് മേസണറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതായത് ആദ്യം നമ്മളിതിനെ ഒരു ലെയറിൽ ഇങ്ങനെ ലെയറായിട്ട് അടക്കിയതിൽ വ്യത്യസ്തമായിട്ട് വരുന്നത്, പിന്നെ അതിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പം നമ്മളതിന് ബെൽറ്റ് വാർക്കുക എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ കല്ലുകൾ ഡ്രൈ ആയിട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നെ ഒന്നൊരു ബെൽറ്റ് പോലെ നമ്മളത് വാർത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും കല്ലുകൾ പാക്ക് ചെയ്യുന്നു, പിന്നെ വീണ്ടും വാക്കുന്നു. ആ ഒരു രീതി നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കല്ലുകൾ എങ്ങനെയാണ് അതിനെ പാക്ക് ചെയ്യണമെന്നുള്ളത്. അതായത് കുറച്ച് ഉറപ്പുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടെ ഒരു ലിൻഡിലൊക്കെ കൊടുക്കുന്ന പോലെ നമ്മൾ ഒരു ബെൽറ്റൊക്കെ വാർക്കുന്ന പോലെ നമ്മൾ കൊടുക്കും. പിന്നെ അതിൻ്റെ വീണ്ടും മുകളിൽ നമ്മൾ അത് കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മേസണറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലിൻറ്റ് മേസണറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ റാൻഡം റബിൾ മേസണറിയുടെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 6 നമുക്കുള്ളത്. അത് 6 എഴുതാനും എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പം തന്നെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചങ്ങ് പോവുക. റബിൾ മേസണറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന മേസണറിയാണ് എന്ത്, റബിൾ മേസണറി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇതിനെ 6 തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് കോഴ്സ്ഡ് റബിൾ, രണ്ടാമത്തെ അൺകോഴ്സ്ഡ് റബിൾ, മൂന്നാമത്തേത് റാൻഡം റബിൾ, നാലാമത്തേത് ഡ്രൈ റബിൾ, അഞ്ചാമത്തേത് പോളിഗണൽ റബിൾ മേസണറി, ആറാമത്തേത് ഫ്ലിൻറ്റ് റബിൾ മേസണറി. ഇനി ഇത് വരയ്ക്കാനുണ്ട്, നമുക്ക് ഷീറ്റിലൊന്ന് വരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ റഫായിട്ട് അതിൻ്റെ ഒരു പിക്ചറും കൂടി വരച്ച് വെച്ചാൽ അത് കാണുന്ന ആൾക്ക് കുറച്ചും കൂടി അത് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഈ പിക്ചർ കാണുമ്പോഴെങ്കിലും അത് അവർക്ക് മനസ്സിലാവുമല്ലോ, കാണുന്നവർക്ക്. ഇത് ഇന്നതാണ്, ആൾക്ക് കാര്യം മനസ്സിലാവും, നമുക്ക് മാർക്ക് കൊടുക്കാം എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ആ ഒരു പിക്ചറൊന്ന്, ഇത്രയും വലിയതൊന്നും വരയ്ക്കേണ്ട, റഫായിട്ടൊന്ന് ഇത് ഇന്നതാണ് കോഴ്സ്ഡ് റബിൾ മേസണറി പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അൺകോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് നമ്മൾ അതിനൊന്നൊരു പിക്ചറൈസേഷൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ. കാരണം നമ്മൾ മലയാളത്തിലൊക്കെ എക്സാം എഴുതുമ്പോൾ എത്രമാത്രം നമ്മളതിനെ ക്ലാരിഫൈ ചെയ്ത് എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ചുരുക്കി എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് കിട്ടില്ല. കണ്ടൻറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ കുറച്ച് എക്സ്പ്ലനേഷനും കൂടി നമ്മൾ കൊടുത്തിട്ട് വേണം എഴുതാൻ. അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 2 മാർക്ക് 2.5 മാർക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് റബിൾ മേസണറി. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ ആഷ്ലാർ മേസണറിയിലേക്ക് പോവാണ്. ഇതിൻ്റെ PDF ഞാൻ ഇട്ടിട്ടില്ല, അത് ഞാൻ ഇടാട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളൂ. PDF ആക്കിയിട്ട് ഞാനത് ഗ്രൂപ്പിലിടാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബുക്കുള്ളത് കൊണ്ടാണ് പിന്നെ ഞാനതൊന്ന് കഴിഞ്ഞിട്ടിടാമെന്ന് വെച്ചത്. ഇപ്പോൾ ആഷ്ലാർ മേസണറിയുടെ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു എന്താ പറയുക, ഫൈൻനെസ്, അതിൻ്റെ ഒരു അപ്പിയറൻസ് എത്രമാത്രം കൃത്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ഏതാണ്ട് ബ്രിക്ക് മേസണറി പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ആഷ്ലാർ മേസണറി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ വേറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളത് ഇങ്ങനെ തന്നെ നല്ല ഫൈനായിട്ട് സ്റ്റോണിനെ നല്ല രീതിയിൽ ഫൈനായിട്ട് ഡ്രസ്സ് ചെയ്ത് ഉപയോഗിക്കുന്ന മേസണറിയാണ് നമ്മൾ പറയുന്നത്, ആഷ്ലാർ മേസണറി എന്ന് പറയുന്നത്. അതങ്ങനെ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റബിൾ മേസണറി അതുപോലെ തന്നെ ആഷ്ലാർ മേസണറി. സ്റ്റോൺ മേസണറിയെ പ്രധാനമായിട്ടും 2ആയി തിരിച്ചിരിക്കുന്നു, റബിൾ മേസണറി ആൻഡ് ആഷ്ലാർ മേസണറി. പിന്നെ റബിൾ മേസണറിയുടെ ക്ലാസിഫിക്കേഷൻസും നല്ല രീതിയിൽ ഫൈനായിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മൾ മോർട്ടാർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആഷ്ലാർ മേസണറിയും നമ്മൾ നിർമ്മിക്കുന്നത്. പിന്നെ അതിൽ അവർ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്, ബാക്കി ആഷ്ലാർ മേസണറിയുടെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് പറഞ്ഞു പോയാൽ പോരെ. മറ്റേതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയുന്നത്, ഉപയോഗിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിനുപയോഗിക്കുന്ന കുറച്ച് വേർഡ്സുകൾ, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിന് ഉപയോഗിക്കുന്ന പേരുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിനെ ട്രവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊളരി അങ്ങനെയൊക്കെ പല ഭാഷയിൽ നമ്മളതിനെ പറയും. സ്റ്റോൺ ഹാമർ, ട്രവല്, ലൈൻ ആൻഡ് പിൻസ്, വുഡൻ ഫ്ലോട്ട്, പഞ്ച്, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന പേരുകളാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തിനാണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് സ്റ്റോൺ മേസണറിയിൽ പഠിക്കാനുള്ളൂ. സ്റ്റോൺ മേസണറിയിൽ വരുന്നത്
ഏതൊക്കെയാണ്? ഈ 2 ക്ലാസിഫിക്കേഷൻസും പിന്നെ അതിലുപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസുകളും പിന്നെ അതിൽ വരുന്ന ജോയിൻറ്റുകളും ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? സ്റ്റോൺ മേസണറിയിൽ പഠിക്കാനുള്ളത്. ഞാൻ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഫൗണ്ടേഷനിൽ ഇതുപോലെ 3 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റോൺ മേസണറിയിലും 3 ക്വസ്റ്റ്യൻസ്. 3 ക്വസ്റ്റ്യൻസിൽ ബാക്കി ഈ ക്വസ്റ്റ്യനാണ്, ക്ലാസിഫിക്കേഷനാണ് നമുക്ക് എന്തിനുള്ളത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. ബാക്കി ഉള്ളത് 1 വേർഡ് ക്വസ്റ്റ്യനിലാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്, ഈ ജോയിൻറ്റുകളും അതുപോലെ തന്നെ അതിലുപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസുകളും. അപ്പോൾ അതൊക്കെ ഒന്ന് അതേ രീതിയിൽ തന്നെ നോട്ട് ചെയ്തിട്ട് ഒന്ന് നിങ്ങളുടെ ലെക്ചർ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്നൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളതാണ് ബ്രിക്ക് മേസണറി ആണ് വരുന്നത്. അപ്പോൾ ബ്രിക്ക് മേസണറി വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്തു പോകാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രിക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് അല്ലേ, സ്റ്റോണിൽ അല്ല മെറ്റീരിയലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബ്രിക്ക് മേസണറി ഈസിയാണ്. പക്ഷേ ബ്രിക്ക് മേസണറിയിൽ ഉപയോഗിക്കുന്ന, നേരത്തെ ഇപ്പോൾ സ്റ്റോൺ മേസണറിയിൽ പറഞ്ഞ പോലെ തന്നെ ബ്രിക്ക് മേസണറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റൂൾസ് എങ്ങനെ, ഇപ്പോൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്? ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ആക്കിയിട്ട് എനിക്കതിൻ്റെ ഉത്തരം പറഞ്ഞു തരണം. ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ഞാൻ പറയാം, പറയുന്ന ആൾ തുറന്നാൽ മതി. ഞാൻ പറയാം. രാജേഷേ, ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ഓർമ്മയില്ല? ഓക്കെ, ഞാനത് രാജേഷിൻ്റെ ഓർമ്മ ശക്തി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല. ജലീൽ, 9. അതാണ് നമ്മുടെ ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. 19 × 9 × 9. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ സൈസ് അല്ലെങ്കിൽ നോർമൽ സൈസ് എത്രയാണ്? 20 × 10 × 10. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് 1 വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ്. സ്റ്റാൻഡേർഡ് സൈസ് 19 × 9 × 9ഉം ആക്ച്വൽ സൈസ് അല്ലെങ്കിൽ നോർമൽ സൈസ് എന്ന് പറയുന്നത് 20 × 10 × 10 ആണ്. ഈ 1 സെൻറ്റിമീറ്റർ നമ്മളിതിൽ കൂടി വരുന്നതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ മോർട്ടാർ ജോയിൻസിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഒരു ബ്രിക്ക് വെക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തും നമുക്ക് എന്ത് വരുന്നുണ്ട്? അതിൻ്റെ മോർട്ടാർ ജോയിൻസ് വരുന്നുണ്ട് അല്ലേ, വെർട്ടിക്കൽ ജോയിൻസ്. അപ്പോൾ ആ വെർട്ടിക്കൽ ജോയിൻസിൽ വരുന്ന ഈ 1 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ഇതാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 20 × 10 × 10 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് അത് വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോൾ ചോദിച്ചാലും പറയാൻ കിട്ടണം. അത് ഓർമ്മയിൽ ഒന്ന് എടുത്ത് വെച്ചേക്കാം കേട്ടോ. രാജേഷ്, ഓർമ്മ വന്നോ? ഓക്കെ. അപ്പം എനിക്ക് ബ്രിക്കുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നമ്മൾ എടുത്ത പല കാര്യങ്ങളും നമ്മൾ മേസണറിയിൽ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാപ്റ്ററൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. കാരണം ബ്രിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലുപയോഗിക്കുന്ന മോർട്ടാറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് ബ്രിക്ക് മേസണറിയിൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ആ ചാപ്റ്ററുകളൊക്കെ ഒന്ന് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ അതിൻ്റെ PDF അതിൻ്റെ നോട്ട്, അത് കയ്യിൽ നോട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. സമയം കിട്ടുമ്പോൾ, ഞാനങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ, നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങളതങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ബ്രിക്ക് മേസണറി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റോൺ മേസണറി ആയിരുന്നു. അതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ടെക്നിക്കൽ ടേംസ്, അതുപോലെ തന്നെ അതിൻ്റെ ജോയിൻറ്റുകൾ, പിന്നെ പഠിച്ചതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിഫിക്കേഷൻ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഡ്രോയിങ്ങിൽ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന റബിൾ മേസണറി വരയ്ക്കാനുണ്ട്, ആഷ്ലാർ മേസണറി ഒക്കെ നമുക്ക് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും അതെന്താണെന്ന് മനസ്സിലാക്കി, ഇപ്പോൾ കോഴ്സിട്ട് വരയ്ക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവർക്കും ഇന്നത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നും എന്ന് ഞാൻ